എന്റെ കൊല്ലം എത്ര സുന്ദരം. കൊല്ലത്തിന്റെ കാഴ്ചകൾ തേടി ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ തുടരുകയാണ്. പണ്ട് പണ്ട് അഷ്ടമുടിക്കായലിൽ ഒരു രാജ്യമുണ്ടായിരുന്നു. 8 തുരുത്തും 1000 കൈത്തോടും നിറയെ പല വൃക്ഷങ്ങളും നിറഞ്ഞ ആ രാജ്യം ശുദ്ധജലത്താൽ ചുറ്റപ്പെട്ട് കിടന്നു. അവിടുത്തെ ജനങ്ങൾ സന്തോഷമുള്ളവരായിരുന്നു. അവിടെ അടിമത്തമില്ലായിരുന്നു. മാറുമറച്ച് നടക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. തോടുകളിലൂടെ ചെറുവള്ളങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നു. കൊഞ്ചും കരിമീനും വയൽച്ചാലുകളിൽ നിറഞ്ഞു. പിന്നീട് ഒരു സായിപ്പ് ആ തുരുത്തിൽ വന്നു. സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ആകാശവും പുതിയ ഭൂമിയും അദ്ദേഹം അവിടെ തുറന്നിട്ടു. ക്രമേണ രാജ്യം സായിപ്പിന്റെ പേരിൽ അറിയപ്പെട്ടു. അതാണ് കൊല്ലത്തിന്റെ മനോഹര ദേശമായ മൺട്രോ തുരുത്ത്. പല യാത്രകളിലും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും സഞ്ചാരികളോടും പറയാറുണ്ട്, കൊല്ലത്തിന്റെ ആൻഡമാൻ ദ്വീപാണ് മൺട്രോ തുരുത്തെന്ന്. എല്ലായ്പ്പോഴും സഞ്ചാരികളെ മറ്റൊരു കാലത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മൺട്രോ തുരുത്ത് കാത്തിരിക്കുന്നു. അതാണ് മൺട്രോ തുരുത്തിന്റെ ദൃശ്യഭംഗി. 10-15 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ ജങ്കാറിലോ വള്ളങ്ങളിലോ പാസഞ്ചർ വണ്ടികളിലോ മാത്രമേ മൺട്രോ തുരുത്തിൽ എത്താനാവൂ. ഇപ്പോഴിതാ കല്ലടയാറിന് കുറുകെ ഇടിയക്കടവ് പാലം മൺട്രോ തുരുത്തിന്റെ പ്രവേശന കവാടം പോലെ കാത്തു നിൽക്കുന്നു. പാലം മാത്രമല്ല, പാലത്തിനടുത്ത് കുറെ മനുഷ്യരും, രാവിലെ പണിക്കിറങ്ങിയവർ, തുരുത്തിന് പുറത്തേക്കും യാത്ര പോകുന്നവർ. അവർ എങ്ങോട്ടൊക്കെ പോയാലും തിരിച്ച് വൈകുന്നേരമാവുമ്പോൾ മൺട്രോ തുരുത്ത് എന്ന മനോഹര ദേശത്തേക്ക് എത്തും. 3 വശവും കല്ലടയാർ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. മൺട്രോ തുരുത്തിന്റെ ഒരു വശം മാത്രം അഷ്ടമുടിക്കായലിന് വിട്ടുകൊടുത്തു വെള്ളത്താൽ ചുറ്റപ്പെട്ട് 1000-ഓളം ചെറു തോടുകളാൽ സമ്പന്നമാക്കപ്പെട്ടു 8 തുരുത്തുകൾ ചേർന്നതായിരുന്നു മൺട്രോ തുരുത്ത്. ഇപ്പോൾ അത്രയൊന്നും കൈത്തോടുകളില്ല, കുറെ നികത്തപ്പെട്ടു. എങ്കിലും ചെമ്മൺ പാതകൾ പോലെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഈ കൈത്തോടുകൾ, ഇരുവശങ്ങളിലും തെങ്ങിൻ തലപ്പുകൾ, കരിമീനും കൊഞ്ചും നീന്തി തുടിക്കുന്ന ഇടത്തോടുകൾ, മീൻ കോരിയെടുത്തു വരുന്ന കൊച്ചുവള്ളങ്ങൾ, ഇരപിടിക്കുന്ന നീർക്കാക്കകൾ, അപൂർവയിനം പക്ഷിക്കൂട്ടങ്ങൾ. മൺട്രോ തുരുത്തിൽ ഇപ്പോഴുമുണ്ട് കൊച്ചു കൊച്ചു ഗ്രാമക്കാഴ്ചകൾ. മൺട്രോ തുരുത്തിന്റെ കാഴ്ചകൾ മാത്രമല്ല സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. രുചിയേറിയ കരിമീനും ഞണ്ടും കണവയും കൂഴാവാലിയും എന്നിവയുണ്ട കായൽ വിഭവങ്ങളുടെ ഒരു സദ്യ തന്നെ മൺട്രോ തുരുത്തിലെ കടകളിലുണ്ട്. ഇവിടെ എത്തുമ്പോൾ സഞ്ചാരികൾക്ക് എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അത്രയ്ക്ക് മനോഹരവും അതുപോലെ രുചിഭേദങ്ങളുടെ കലവറയുമാണ് മൺട്രോ തുരുത്ത് എന്ന കൊച്ചു ഗ്രാമം. മികച്ച ഭരണാധികാരിയായിരുന്നു തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺട്രോ. തിരുവിതാംകൂർ രാജ്ഞിയായിരുന്ന റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് കേണൽ മൺട്രോ ദിവാനായത്. മൺട്രോയുടെ കാലത്താണ് കൊല്ലത്ത് ഒറ്റപ്പെട്ട് കിടന്ന തുരുത്ത് മലങ്കര മിഷണറി ചർച്ച് സൊസൈറ്റിക്ക് വിട്ടുകൊടുത്തത്. മതപഠന കേന്ദ്രം നിർമ്മിക്കുകയായിരുന്നു ചർച്ച് സൊസൈറ്റിയുടെ ലക്ഷ്യം. മൺട്രോയോടുള്ള കടപ്പാട് നിമിത്തം ചർച്ച് സൊസൈറ്റി തുരുത്തിന് മൺട്രോയുടെ പേര് നൽകി. ഒരു ദിവാൻ കേരളം കൊടുത്ത ഏറ്റവും ഉചിതമായ സ്മാരകമാണ് ഈ തുരുത്ത്. AKG ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് കപ്പം കൊടുക്കുന്നത് നിർത്തലാക്കി. അതോടെ മൺട്രോ തുരുത്ത് കൊല്ലം താലൂക്കിന് കീഴിലുള്ള പ്രത്യേക പഞ്ചായത്തായി മാറി. മൺട്രോ തുരുത്തിന്റെ പച്ചപ്പിലൂടെ തീവണ്ടിയിൽ പാഞ്ഞു പോകുമ്പോൾ ഈ ചരിത്രമൊന്നും നാം അറിയുന്നില്ല. തീവണ്ടിപ്പാളങ്ങളും റോഡുകളും ഒക്കെ വരുന്നതിന് മുമ്പ് കെട്ടുവള്ളങ്ങളിലൂടെ അഷ്ടമുടിക്കായൽ കടന്നുപോയവർ ഈ തുരുത്തിനെ മരതകദ്വീപ് എന്നാണ് വിളിച്ചിരുന്നത്. പ്രാചീന മണിപ്രവാള കൃതിയായ ഉണ്ണുനീലി സന്ദേശത്തിൽ തുരുത്തിനെ മരതകദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇനി തുരുത്തിലെ യാത്രയെക്കുറിച്ച്. തുരുത്ത് കാണാൻ എപ്പോഴും നല്ലത് കെട്ടുവള്ളമാണ്. പൈസ ഇത്തിരി കൂടുതലാകുമെങ്കിലും തുരുത്തിന്റെ നാഡീഞരമ്പുകളിലൂടെ യാത്ര ചെയ്യാം. അഷ്ടമുടിക്കായലിന്റെ മനോഹാരിത ആസ്വദിച്ച് സിക്കാരകളിലും പടൽ ബോട്ടുകളിലും കൊട്ടവഞ്ചികളിലും ഇങ്ങനെ കായൽപ്പരപ്പിലൂടെ ഇളം കാറ്റേറ്റ് ഒഴുകി നടക്കാം. ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് കായൽപ്പരപ്പിലൂടെ കണ്ടൽക്കാടുകളുടെ വേരുകളിലൊക്കെ ഇങ്ങനെ തൊട്ട് തലോടി അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു ലോകത്താണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്ക് മനോഹരമാണ് കണ്ടൽക്കാടുകളുടെ കാഴ്ചകളും അതിനിടയിലുള്ള പക്ഷികളുടെ കാഴ്ചകളും കളകള ആരവങ്ങളും ഒക്കെ. സഞ്ചാരികൾക്ക് ഏറെ വിനോദം നൽകുവാൻ പല സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. മൺട്രോ തുരുത്തിനെ കുറിച്ച് പറയുമ്പോൾ കരക്കൊഞ്ചും പുലിക്കൊഞ്ചും മുട്ടോളം തുള്ളി പിന്നെ ചട്ടിയിലേക്ക് കയറിയിരുന്ന കാലം. ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമ്പൂ കൃഷി ചെയ്തിരുന്ന ഗ്രാമം ഇതായിരുന്നു. ഇപ്പോൾ ഗ്രാമ്പൂ മരം തന്നെ കാണാനില്ല. ഒരു കാലത്ത് മൺട്രോ തുരുത്തിൽ കയറാട്ടകളുടെ ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് കയർ സഹകരണ സംഘങ്ങൾ വളരെ സജീവമായിരുന്നു. പിന്നീട് അതെല്ലാം നഷ്ടത്തിലായി. ഇപ്പോൾ ടൂറിസ്റ്റുകാർക്ക് കാണാൻ വേണ്ടി മാത്രം അവിടെ ഇവിടെ ചില കയറുപിരി യന്ത്രങ്ങൾ. മൺട്രോ തുരുത്തിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന നിരവധി കാഴ്ചകളാണുള്ളത്. വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ മൺട്രോ തുരുത്തിന്റെ ഒരു പ്രധാന കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ കാഴ്ചകൾ കാണാൻ എത്തുന്നവർ പലരും ഇവിടെയുള്ള
കൊട്ടവഞ്ചികളാണ് ഏറെയും കണ്ടൽക്കാടുകൾക്കിടയിൽ കൂടി യാത്ര ചെയ്യുന്നത്. അത് അവരെ ഏറെ ആകർഷിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സംവിധാനങ്ങൾ മൺട്രോത്തുരുത്തിൽ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും സ്വകാര്യ റിസോർട്ടുകളും മറ്റും സഞ്ചാരികൾക്കായി ഒരുപാട് പാക്കേജുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാക്കേജുകൾ ഉപയോഗിച്ചാണ് സഞ്ചാരികൾ യാത്ര ചെയ്യുന്നത്. ടൂറിസത്തിന്റെ ഒന്നും വലിയ സംവിധാനങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഏറ്റവും രുചിയുള്ള കാഞ്ഞിരോട് കരിമീനും ഉച്ചക്കള്ളും തിരക്കി അന്യദേശങ്ങളിൽ നിന്ന് പോലും മൺട്രോത്തുരുത്തിലേക്ക് ഇപ്പോഴും ആളെത്തുന്നുണ്ട്. നല്ല നാടൻ ചെത്തുകൾ കിട്ടുന്ന സ്ഥലം കൂടിയാണ് മൺട്രോത്തുരുത്ത്. ഗ്രീൻ മീഡിയ വിഷന്റെ യാത്രാ കാഴ്ചകളിൽ നിരവധി തവണ മൺട്രോത്തുരുത്തുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ തന്നിട്ടുണ്ട്. എങ്കിലും ഓരോ പ്രാവശ്യവും എത്തുമ്പോൾ പലവിധ കാഴ്ചകളാണ് മൺട്രോത്തുരുത്ത് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. മൺട്രോത്തുരുത്തിലെ ചെക്കിലാട്ടിയ വെളിച്ചെണ്ണയ്ക്കും ഒരു കഥയുണ്ട്. വെളിച്ചെണ്ണയോടുള്ള പ്രിയം അന്നും ഇന്നും ഒരുപോലെയുണ്ട് തുരുത്തുകാർക്ക്. ചക്കിലാട്ടിയ മൺട്രോത്തുരുത്ത് വെളിച്ചെണ്ണയ്ക്ക് വിലയും കൂടുതലായിരുന്നു. പിന്നീട് ഉപ്പുവെള്ളം കയറി കൃഷിയെല്ലാം നശിച്ചതിന് ശേഷമാണ് വെളിച്ചെണ്ണയുടെ ഒഴുക്ക് നിലച്ചത്. എന്നാൽ ഇപ്പോഴും മിക്ക വീടിന് മുന്നിലും ഒരു തഴപ്പായും അതിൽ ഉണങ്ങാനിട്ടിരിക്കുന്ന കൊപ്രയും കാണാം. കൊല്ലം എത്ര സുന്ദരമാണ്, എത്ര മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന സ്ഥലമാണെന്ന് പലപ്പോഴും നമ്മൾ ചാനൽ വഴി പറയാറുണ്ട്. ശരിക്കും കൊല്ലത്തിന്റെ ഉൾഗ്രാമങ്ങളിലേക്ക് പോകുമ്പോഴാണ്, ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴാണ് കൊല്ലം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന പ്രകൃതി സൗന്ദര്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. എന്നും കൊല്ലം ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ്. കൊല്ലത്തെ കാഴ്ചകൾ അതിപ്രാധാന്യത്തോടെ തന്നെയാണ് ഗ്രീൻ മീഡിയ വിഷൻ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ജലോത്സവം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കല്ലട. അറിയാമല്ലോ നിങ്ങൾക്ക്. തിരുവോണത്തിനേക്കാൾ പ്രാധാന്യമുണ്ട് മൺട്രോത്തുരുത്തിൽ 28ാം ഓണത്തിന്. തുരുത്ത് വിട്ട് ദൂരെ കഴിയുന്നവർ അന്ന് ദ്വീപിലേക്ക് തിരിച്ചു വരും. ദ്വീപിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് അന്നാണ്. പ്രശസ്തമായ കല്ലട ജലോത്സവം അന്നാണ്. മുതിരപ്പറമ്പ് മുതൽ കാരൂത്രക്കടവ് വരെയുള്ള 1400 മീറ്റർ ദൂരം അന്ന് ജനങ്ങളെ കൊണ്ട് നിറയും. ആവേശം കല്ലടയാറും അഷ്ടമുടിക്കായലും കവിഞ്ഞൊഴുകും. കല്ലട ജലോത്സവം ഞങ്ങളുടെ ദേശീയ ഉത്സവമാണ് എന്നാണ് മൺട്രോത്തുരുത്തുകാർ പറയുന്നത്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ആവേശം ഒട്ടും കുറയാതെ അഷ്ടമുടിയുടെ തീരങ്ങളിൽ തുരുത്തുകാർ ഒത്തുകൂടുന്നു. ചുറ്റുമല കഴിയുമ്പോൾ തന്നെ മൺട്രോത്തുരുത്തിന്റെ വശ്യമനോഹരമായ കാഴ്ചകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തിക്കൊണ്ടേയിരിക്കും. ഏറ്റവും സുന്ദരമായ ഒരു ഗ്രാമപ്രദേശം, അതിലേറെ ജലാശയങ്ങളാൽ ചുറ്റപ്പെട്ട ആ സ്ഥലത്തു കൂടിയുള്ള യാത്ര, കെട്ടുവള്ളങ്ങളും കൊതുമ്പ് വള്ളങ്ങളും ചെറിയ സിക്കാരകളും അതുപോലെ കൊട്ടവഞ്ചികളും ഒക്കെ ഉപയോഗിച്ച് അത്യപൂർവമായ കണ്ടൽക്കാടുകൾക്കിടയിൽ കൂടി ആളുകൾ ഇങ്ങനെ ഉല്ലസിച്ചു പോകുന്ന ഒരു കാഴ്ച വളരെ മനോഹരമാണ്. അതുപോലെ ഉദയവും അസ്തമയവുമൊക്കെ മൺട്രോത്തുരുത്തിനെ മനോഹരിയാക്കുന്നു. മൺട്രോത്തുരുത്തിൽ വരുന്നവരൊക്കെ കാത്തിരിക്കുന്ന ഒരു രാജരുചിയുണ്ട്, മാലമീൻ കറി. ഈ തുരുത്തിൽ മാത്രം നിഗൂഢമായി വളരുന്ന മീനാണ് മാല. മീൻപിടുത്തക്കാർക്ക് പലപ്പോഴും അദൃശ്യമായ മത്സ്യം. ലോകത്തെ ഏറ്റവും രുചിയുള്ള മീൻ എന്നാണ് മാലയെ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും മൺട്രോത്തുരുത്തിന്റെ മനോഹരമായ കാഴ്ചകളും രുചിഭേദങ്ങളുമായി വീണ്ടും നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും എത്തും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കാഴ്ചയുമായി വീണ്ടും എത്താം.